പാസ്പോർട്ട് എടുക്കാൻ പോയതിനു ശേഷം പിന്നെ കോളേജ് പഠിക്കുമ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ കയറുന്നത്. അതും ഒരു കുറ്റാരോപിതയായി. ചെയ്ത കുറ്റം ഒരാളെ കണ്ണടച്ച് വിശ്വസിച്ചു. കൂടെയുള്ളവരുടെ ബർത്ത്ഡേക്ക് എന്തേലും ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടി ഒരു ക്യാമറ വാങ്ങിക്കാനായിട്ട് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ കയ്യിലുള്ള കുറച്ച് പൈസ ഞാൻ എങ്ങനെയൊക്കെയോ സ്വരുക്കൂട്ടി. അങ്ങനെ എൻ്റെ വേറൊരു ഫ്രണ്ട് ഇത് കേട്ടപ്പോൾ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ദേ ജിൽവ, നീ ക്യാമറയുടെ കാര്യം ആലോചിച്ച് ഒരു ടെൻഷനും വേണ്ട, അതെല്ലാം സെറ്റാക്കി തരാം ഞാൻ. അങ്ങനെ വീണ്ടും വീണ്ടും ഞാൻ ആളോട് ചോദിച്ചു, സത്യം തന്നെയല്ലേ എന്ന്. ആ, നീ 6 മണിക്ക് ഞാൻ പറയുന്ന ലൊക്കേഷനിൽ എത്തിയാൽ മതി. അവൻ്റെ വാക്കും വിശ്വസിച്ച് ഞാൻ അവിടെ എത്തി. എൻ്റെ കൂട്ടുകാരിയുടെ മുഖത്ത് സന്തോഷവും സ്വപ്നം കണ്ട് ഞാൻ അവനെയും കാത്ത് 6 മണിക്കൂറോളം നിന്നു. അവനെ വിളിക്കുമ്പോഴൊക്കെ ദാ ജിൽവ, ഞാൻ എത്തി, ഞാൻ ബ്ലോക്കിലാണ്, ദാ ഇപ്പൊ എത്തുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അവന്റെ വാക്ക് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ മുന്നിലേക്ക് വന്നത് പോലീസ് ജീപ്പായിരുന്നു. രാത്രി ഏതോ ഒരു പെണ്ണ് കുറെ നേരം സ്റ്റാൻഡിൽ നിൽക്കുന്നു എന്നൊക്കെ. ഞാൻ മീഡിയാണ് എന്നൊക്കെ അറിഞ്ഞപ്പോൾ എന്നെ അപമാനിക്കാൻ അവർ മാക്സിമം ശ്രമിച്ചു. രാത്രി എൻ്റെ വീട്ടിലേക്ക് വിളിച്ച് ഞാൻ മനസ്സിൽ പോലും കാണാത്തത് അവരെൻ്റെ വീട്ടുകാരോട് പറഞ്ഞു. എനിക്കറിയാവുന്ന ഒരു പോലീസുകാരനെ കണക്ട് ചെയ്യാനുള്ള അവസരം അവർ തന്നില്ല. എല്ലാവരുടെ മുന്നിലും ഞാൻ കുറ്റക്കാരിയായി. പക്ഷെ ഞാൻ എൻ്റെ മുന്നിൽ, എൻ്റെ മനസാക്ഷിക്ക് മുന്നിൽ സ്വന്തം കൂട്ടുകാരിയുടെ സന്തോഷത്തിനു വേണ്ടി ഏതൊരറ്റം വരെ പോകുന്നൊരു സുഹൃത്ത് അതായിരുന്നു. പക്ഷെ അന്ന് ഞാനൊരു പാഠം പഠിച്ചു. ആളുകളെ വിശ്വസിക്കാം, പക്ഷേ ആ വിശ്വാസം അർഹിക്കുന്നവരെ മാത്രം.